ഇറാനെതിരെ ഏത് നിമിഷവും ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അമേരിക്കയുടെ സൈനിക പട, പ്രത്യേകിച്ച് അവരുടെ കപ്പൽ വ്യൂഹം. ആ കപ്പൽ വ്യൂഹത്തെ തകർക്കാനുള്ള ആയുധങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്നും വാങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഇത് തന്നെയാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ചൈനയുടെ കപ്പൽ ഭേദ ക്രൂയിസ് മിസൈലുകൾ ഇറാൻ വാങ്ങുന്നു. ഇറാന്റെ പ്രധാന ആയുധ പങ്കാളിയാണ് നിലവിൽ ചൈന. ചൈനീസ് നിർമ്മിത CM-302 എന്ന് പറയുന്ന മിസൈലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഈ കപ്പൽ ഭേദ മിസൈലാണ്. ഈ മിസൈലാണ് വാങ്ങുന്നത്. ഉപരിതല മിസൈൽ സംവിധാനങ്ങളും മാറ്റ് പാഡുകളും ഒക്കെ അവർ വാങ്ങുന്നു. അതായത് ഇപ്പോൾ ഈ കടലിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അമേരിക്ക പടയൊരുക്കം നടത്തുന്നത്. അതേ കടലിനെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാനും ഇപ്പോൾ പടയൊരുക്കം നടത്തുന്നത്. ഹോർമുസ് കടലിലൊക്കെ പിടിച്ചെടുക്കും, ഇല്ലെങ്കിൽ അത് തകർക്കുമെന്നൊക്കെ രണ്ട് വിഭാഗങ്ങളും പറയുമ്പോൾ അവിടേക്കാണ് ഈ ഒരു സൂപ്പർസോണിക് ശേഷിയുള്ള ഒരു മിസൈലുകൾ ചൈന എത്തിക്കുന്നത്. അതോടുകൂടി ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഇതിനു മുമ്പ് കടലിൽ ഒരു വലിയ യുദ്ധം നടന്നിരുന്നില്ല. പകരം ചില ലിമിറ്റഡ് ഏരിയയിൽ മാത്രം ഒരു ആക്രമണം നടത്തി പിൻവാങ്ങുകയായിരുന്നു അമേരിക്കയുടെ രീതി. പക്ഷേ ഇപ്പോൾ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചന. കാരണം അമേരിക്ക മുൻപെങ്ങുമില്ലാത്ത വിധം, അതായത് ഇറാഖ് യുദ്ധകാലത്ത് പോലും വിന്യസിക്കാത്ത ആയുധങ്ങളും മറ്റുമാണ് ഇപ്പോൾ അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്നത്. അവരും കരുതുന്നു ഇതൊരു വലിയ യുദ്ധമായി തന്നെ പരിണമിക്കുമെന്ന്. ഇറാനും ഒട്ടും പിന്നോട്ട് പോകുന്നില്ല. അവരെ കഴിയുന്നതായിട്ടുള്ള ആയുധങ്ങൾ സംഭരിച്ച് മുൻപോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ചൈനയിൽ നിന്നും ഈ കപ്പൽ വേദ മിസൈലുകൾ CM-302 അടക്കം അവർ വാങ്ങുന്നത്. ഇതിനെ കപ്പലുകളെ മുക്കാൻ കഴിയും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതിന്റെ ഒരു സാമ്പിൾ എന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ ഇറാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ ഫൈറ്റർ ബോട്ടുകൾ ഉപയോഗിച്ചും അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുമൊക്കെ അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളുടെ ചിത്രങ്ങളും മറ്റും പകർത്തുകയും അത് പ്രചരിപ്പിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇറാന് സർവ്വവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ചൈന രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം ചൈന ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ റയർ എർത്ത് മെറ്റൽസ് നിങ്ങൾക്ക് തരില്ല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായി തന്നെ അമേരിക്കയുടെ ബിസിനസ് മേഖല സ്തംഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇലക്ട്രോണിക്സ് മേഖലയ്ക്ക് പ്രധാനപ്പെട്ടതൊന്നാണ് റയർ മെറ്റൽസ്. അത് നൽകുന്നത് ചൈനയും. ചൈന അത് നൽകില്ല എന്ന് പറയുകൂടി ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഏത് വഴിക്ക് നീങ്ങുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.